നമസ്കാരം. എൻ്റെ ഈ പുതിയ ചാനൽ ക്രിസ്റ്റോ ഫിസിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ ചാനൽ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവരും ഒന്ന് ചെറുതായിട്ട് ഡൗട്ട് അടിച്ചു കാണും. കാരണം എൻ്റെ ഫസ്റ്റ് ചാനലിന്റെ പേരും ക്രിസ്റ്റോ ഫിസിയോ എന്നായിരുന്നു. ബട്ട് ഞാൻ ആ ചാനലിന് ഒരു ചെറിയ നെയിം ചേഞ്ച് നടത്തിയിട്ടുണ്ട്, ക്രിസ്റ്റോ ഫാം, ഇഫ് യു ഹാവൻ നോട്ടിസ്ഡ്. സോ ഐ എം നോട്ട് ഹാവിങ് സോ മെനി സബ്സ്ക്രൈബേഴ്സ് ദെയർ ഓവർ yet, പക്ഷേ I will be maybe in some time. But and ഈ പുതിയ channel is going to be completely related to its name itself, and that is physiotherapy related queries about health and wellness. If you have any doubts regarding my profession and everything, you can ask me on my work email ID, which I'm going to put up in the description box, so that you can easily question me about so many different things related to working in the UK too. കാരണം ഒത്തിരി പേര് ഈ കഴിഞ്ഞ നാളുകളായിട്ട്, ഈ കുറച്ച് മാസങ്ങളായിട്ട് എൻ്റെ അടുത്ത് കുറേ ക്വയറീസ് ചോദിക്കുന്നുണ്ടായിരുന്നു റിഗാർഡിങ് ടയർ 2 വിസാസ്, റിഗാർഡിങ് സ്റ്റുഡൻറ് വിസാസ്, റിഗാർഡിങ് ടേക്കിംഗ് അപ്പ് വിച്ച് മാസ്റ്റേഴ്സ് കോഴ്സ് related to physiotherapy over here, the different universities available here and things like that. അപ്പം അതിനെ പറ്റിയൊക്കെ ഞാൻ ആൻസർ ചെയ്യാൻ റെഡിയാണ്. I've helped out as much as I can. So I thought I'll, come up with a channel where I can exclusively take up questions related to physiotherapy and help you all out. So let's get started with the very first video on this channel. ഏതൊരു ജോബിനും നമ്മൾ ആദ്യം ഒരു ജോബ് ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു കാര്യമായിരിക്കും നമ്മുടെ ഒരു പ്രൊഫൈൽ, നമ്മുടെ CV. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനൊരു സക്സസ്ഫുൾ CV, എങ്ങനൊരു ക്യാച്ചി CV നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള കാര്യമാണ്. ആൻഡ് ദിസ് ഇസ് എക്സ്ക്ലൂസീവ്ലി ഫോർ ഫിസിയോതെറാപ്പിസ്റ്റ് കേട്ടോ. ഞാൻ ബാക്കിയുള്ള പ്രൊഫഷൻസിനെ പറ്റി അല്ല ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത്, ബട്ട് ഇറ്റ്സ് എക്സ്ക്ലൂസീവ്ലി ഫോർ ഫിസിയോതെറാപ്പിസ്റ്റ്. സോ ഹൗ കെൻ യു മേക്ക് എ വെരി പ്രൊഫഷണൽ CV? അതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. CV അഥവാ കരിക്കുലം വൈറ്റെ ഓർ കരിക്കുലം വീറ്റെ, people pronounce it in different ways. You can pronounce it in whatever way you want. ഇതൊരു Latin word ആണ്. So this basically means that you're producing your profile to your employer. So even before you go for a job interview, you're preparing this, and there are some job vacancies where the employers would ask you to email your CV to them. So അതിന്റെ ഒരു സോഫ്റ്റ് കോപ്പി നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട്. Very, very common thing. So the person that is your recruiter or your employer, he or she is not looking at you but going through your CV first. അപ്പോൾ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ട്. അപ്പം നമ്മുടെ കോൺഫിഡൻസ് മൊത്തം ആ CVയിൽ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ആ CV വുഡ് ബി ക്യാച്ചി ഇനഫ് ആൻഡ് പ്രൊഫഷണൽ ഇനഫ് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. അപ്പം CV എന്ന് പറയുന്നത് ബേസിക്കലി ഒരു മാർക്കറ്റിംഗ് ടൂളാണ് അല്ലേ. ഒരു റിക്രൂട്ടറിന്റെ ഒരു ജോബ് വേക്കൻസി ലിസ്റ്റ് നമ്മൾ എടുത്തു നോക്കുമ്പോൾ അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് തോന്നുവാണെങ്കിൽ that we can apply for that job, you can send in a job application. So what you do, you send in your CV with your job application. So that CV of yours is a marketing tool avade. So it is not just merely a list of achievements that you have made in your work life. So ഒരു CV എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും? നമ്മുടെ സ്കിൽസ്, നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ്, നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്, പിന്നെ നമ്മുടെ ഹോബീസ്, നമ്മുടെ ഇൻട്രസ്റ്റ്, ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്തായിരിക്കും ഒരു CV വെക്കുന്നത്. സോ ഇറ്റ് ഷുഡ് ബി വെരി ക്യാച്ചി, ഇറ്റ് ഷുഡ് ബി വെരി ഇൻട്രസ്റ്റിംഗ്, ആൻഡ് ഇറ്റ് ഷുഡ് ഹാവ് എ ലോട്ട് ഓഫ് കോൺഫിഡൻസ് ഇൻ ഇറ്റ് ആൻഡ് സോ മച്ച് ഓഫ് പോസിറ്റിവിറ്റി. സോ അത് എങ്ങനെ നമുക്ക് സാധിക്കും, എങ്ങനൊരു പെർഫെക്റ്റ് CV നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും, അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ there are so many different samples, so many different formats for international CVs, for different varieties of CVs, for different job vacancies. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഒത്തിരി കൺഫ്യൂസ്ഡ് ആവും അല്ലേ. പക്ഷെ നിങ്ങൾ ഇന്നൊരു ഫിസിയോതെറാപ്പിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഈ ഒരു വീഡിയോ കണ്ടിരിക്കണം, ബിക്കോസ് ഐ എം ഗോയിങ് ടു ഹെൽപ്പ് യു ഔട്ട് വിത്ത് സം വെരി മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഓഫ് മേക്കിംഗ് യുവർ CV ദ പെർഫെക്റ്റ് വൺ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യം നമ്മളൊരു ജോബ് വേക്കൻസി കാണുമ്പോൾ അതിന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന മുന്നേ നമ്മളൊരു എക്സ്റ്റെൻസീവ് റീസെർച്ച് നടത്തും അല്ലേ. യുൽ അനലൈസ് യുവർ ഓപ്പർച്യൂണിറ്റി ഇൻ വാട്ട് വേസ്. അവരുടെ ഡിസൈറബിൾ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്, അവരുടെ റിക്വയർഡ് ക്രൈറ്റീരിയ എന്തൊക്കെയാണ്. അപ്പോൾ ആ ഡിസൈർഡ് സ്കിൽസ് അവരുടെ റിക്വയർഡ് സ്കിൽസ് നിങ്ങൾക്കുണ്ടോ എന്ന് നമ്മൾ ഡെഫിനറ്റ്ലി നോക്കും അല്ലെ. ആദ്യം നമ്മുടെ ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ അച്ചീവ്മെന്റ്സ്, നമ്മുടെ വർക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കും. ആൻഡ് ഇസ് ഇറ്റ് മീറ്റിംഗ് ദെയർ റിക്വയർമെന്റ്സ്, ഇസ് ഇറ്റ് മീറ്റിംഗ് ദെയർ ജോബ് സ്കിൽസ്, ഇതൊക്കെ നമ്മളൊന്ന്
നന്നായി ഒന്ന് പഠിച്ചതിന് ശേഷം we are going to research about the place that you are going to opt in for, or you're going to work in for, or you're going to apply for. So അതും നമ്മൾ നോക്കിയതിന് ശേഷം what do? You might maybe ask some, if you can, you might maybe ask someone who's already working there. അത് ചിലപ്പോൾ നിങ്ങളുടെ ജോബ് റോളിലുള്ള ആളായിരിക്കത്തില്ല, but it would be somebody else also who you know or who your friends know or something like that. And ആ ഒരു extensive researchന് ശേഷം മാത്രമാണ് you're going to start working on your CV, right? So that's how we all start. You analyze your opportunity first. So after analyzing the opportunity and analyzing yourself, how do you get into a concise analysis of yourself? അതായത് എന്തൊക്കെ എസെൻഷ്യൽ റിക്വയർമെന്റ്സ് ആണ് നമ്മൾക്ക് ഉള്ളത് എന്ന് നമ്മൾ എങ്ങനെ കണ്ടെത്തും? ദാറ്റ് ഈസ് വിത്ത് റിലേഷൻ ടു the job vacancy that is put on. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ നോക്കണം? നമുക്ക് എന്തൊക്കെ ക്ലിനിക്കൽ സ്കിൽസ് ഉണ്ടെന്ന് നമുക്ക് നോക്കണം. പിന്നെ നമ്മുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ, വാട്ട് ആർ യു ലൈക്ക്? ആർ യു ബാച്ചലേഴ്സ് or are you masters or whatever that is? Do you have any other specifications, any other courses, CPD activities, continuing professional development activities that you took up? You can put all that in. Pinenda, what are your previous employment experiences, adidam, that is your past work experience and all that. Your current employment status, adidam. Pinenda, your hobbies, your leisure activities, what other things are you interested in? Are you interested in fitness? Are you interested in sports? Are you interested in fitness and running and all that? Adakku namakidam. So all these you can add up when you are making your CV. So you collect all these up first, keep it up, keep it one by one, one on the other, and then you are going to do all the write-ups. So our write-ups എങ്ങനെയാണ്, അതിന്റെ സ്ട്രക്ചറിങ് എങ്ങനെയാണ്, അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അപ്പം ഒരു CV-യിൽ ഉണ്ടാവേണ്ട ഒരു ബേസിക് സ്ട്രക്ചറൽ ഫോമാറ്റ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു 5 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട് ഫിസിയോ ഫീൽഡിൽ, ഇഫ് യു ആർ പ്രാക്ടീസിങ്, ആൻഡ് നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയിൽ ഒരുപാട് സെമിനാർസും വർക്ക്ഷോപ്സും വെബിനാർസും ഹാൻഡ്സ് ഓൺ വർക്ക്ഷോപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. ദീസ് ആർ ഓൾ യുവർ CPD ആക്ടിവിറ്റീസ്, റൈറ്റ്? സോ നിങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു പുട്ട് ഇൻ എവ്രിതിങ്, ഓക്കെ? നിങ്ങൾക്കത് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഇടാൻ സാധിക്കും. It should be stuffs related to your job role that they're looking for. അവരുടെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്നൊന്ന് ഒന്നുകൂടെ നന്നായി വായിച്ചു നോക്കിയിട്ട് അതനുസരിച്ചുള്ള CPD ആക്ടിവിറ്റീസ് ആഡ് ചെയ്താൽ മതി നിങ്ങളുടെ CV-യിൽ. സോ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. there are 5 C's that you have to look up on while you're making your CV and covering letter. Your CV should be clear, your CV should be consistent, your CV should be concise, it should be complete, and it should be your current CV. So these are the 5 C's that you have to remember while making your CV. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന ഹെഡിങ് എന്ന് പറയുന്നത് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസിൽ എന്തൊക്കെ വരും? നമ്മുടെ നെയിം, നമ്മുടെ അഡ്രസ്, യുവർ ഇമെയിൽ ID, your telephone number, your date of birth, your nationality, and if you are married or not, your marital status. That is actually not mandatory അല്ല കേട്ടോ. UK CVs അത് വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. They're not going to specify that you should be married or you shouldn't be married or anything of that sort. പക്ഷെ മറ്റൊരു വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, മേക്ക് ഷുവർ ദാറ്റ് യു ഡോണ്ട് കീപ് യുവർ ടെലിഫോൺ നമ്പേഴ്സ് റോങ്. ഒരു രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പർ തെറ്റാതിരിക്കുക. മേക്ക് ഷുവർ അബൌട്ട് ഇറ്റ്, ബിക്കോസ് യു ഡോണ്ട് വാണ്ട് ഇറ്റ് നമുക്ക് ചിലപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി വന്നതിന് ശേഷം if it goes by just because of your number, that isn't going to work out. And make sure you keep your email ID right. Possibly, I think, ipam ellarum, whenever you keep your CV, I think many of them, they keep it in caps. And even in this HCPC registration formulum, capsule-aanu nammal vekkunnathu usually health and professionals council. അതിൻ്റെ രജിസ്ട്രേഷൻ ഇന്റർനാഷണൽ ഫോമിലും നമ്മൾ യൂഷ്വലി ക്യാപ്സിലാണ് വെക്കുന്നത്. സോ ഐ തിങ്ക് ക്യാപ്സ് ഇസ് അലൗഡ് എവ്രിവെയർ ഗ്ലോബലി. ഐ തിങ്ക്, ഐം നോട്ട് ടു ഷുവർ. ഐ do a research about it. So
make sure about it. പിന്നെ മറ്റൊരു essential skill for a physiotherapist in UK is ഒരുപാട് പേര് ഇത് ഇന്റർവ്യൂയുടെ സമയത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഡു യു ഡ്രൈവ് എന്ന്. ആൻഡ് ചിലവരത് ചോദിക്കാറില്ല, ബട്ട് മിക്ക വേക്കൻസീസിലും ഡ്രൈവിംഗ് ഇസ് മാൻഡേറ്ററി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ദർ ആർ വേക്കൻസീസ് വിതൗട്ട് ദാറ്റ് ഓൾസോ, എസ്പെഷ്യലി ഇഫ് യു ആർ എ കമ്മ്യൂണിറ്റി ഫിസിയോ യു ഹാവ് ടു ഗോ റൗണ്ട് ആൻഡ് റൗണ്ട്, ഓർ യു ആർ വർക്കിംഗ് ഇൻ ഡിഫറെന്റ് places, you'll have to go round and round. പക്ഷേ ഇപ്പൊ കോവിഡ് കാരണം അതൊന്നും അലൗ ചെയ്യുന്നില്ല. So that is, for the time being, it's cut off. But still there are people like district nurses and community nurses who go around and work. All right, so if you're not thinking about that, and if you're a little worried, do make sure that you ask your employer before coming into the UK. All right, so we'll get into the next. നമ്മുടെ അടുത്ത ഹെഡിങ് ആണ് പേഴ്സണൽ പ്രൊഫൈൽ ഓർ കരിയർ ഒബ്ജക്റ്റീവ്. ഇതൊരു ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു ഹെഡിങ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ വെക്കാം, ബട്ട് ഐ വുഡ് റെക്കമെൻഡ് ഇത് വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് മറ്റൊന്നുമല്ല, ഇതൊരു ബേസിക് ഒരു സമ്മറി ആണ്. നിങ്ങളുടെ കീ സ്കിൽസ് എന്തൊക്കെയാണ്, നിങ്ങളുടെ കേപ്പബിലിറ്റീസ്, യുവർ എബിലിറ്റി ടു വർക്ക്, അത് എന്തൊക്കെയാണെന്ന് നിങ്ങളൊന്ന് സമ്മറൈസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. സോ ഐ വുഡ് റെക്കമെൻഡ് യു കീപ് ദിസ് personal profile or career objective in the heading. You can keep it either names വെക്കാം കേട്ടോ. It's not like you have to put both. You can keep any one of it. And ഇതിനകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ സ്പെസിഫൈ ചെയ്യാൻ പറ്റും, നിങ്ങളുടെ സ്കിൽസ് എന്തൊക്കെയാണ് അല്ലേ. നിങ്ങളിപ്പം CPD ആക്ടിവിറ്റീസിൽ ഇഫ് യു ഹാവ് ടേക്കൻ അപ്പ് എ കോഴ്സ് ബേസ്ഡ് ഓൺ such and such, like for example if you've taken up a course on kinesiology and taping, if you've taken up any other courses related to sports therapy or exercise rehabilitation, or something related to geriatrics and things like that, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. And also if it is essential for the job role that they're looking for, do keep it. നിങ്ങൾ അത് ചെയ്തിട്ടും കൂടെ ഉണ്ടെങ്കിൽ അതിനെ ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. സോ ദാറ്റ് സ്റ്റാൻഡ്സ് ഔട്ട്. നമ്മുടെ അടുത്ത ഹെഡിങ് ആണ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻസ് ആൻഡ് ക്വാളിഫിക്കേഷൻ. പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന ഈ ഹെഡിങ്ങിന്റെ അണ്ടറിൽ നമ്മൾ ആദ്യം വെക്കേണ്ടത് നമ്മുടെ കറണ്ട് ലെവലാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഈ അടുത്ത കാലത്ത് ഏതെങ്കിലും കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ മാസ്റ്റേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ആദ്യം വെക്കാം. ആൻഡ് ദെൻ യു ഷുഡ് ഓൾസോ റിമെമ്പർ ടു കീപ് ഓൾ ദ ഡേറ്റ്സ് റൈറ്റ് ആൻഡ് ദ നെയിം ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെ യൂണിവേഴ്സിറ്റീസ് റൈറ്റ്. We don't want anything to go wrong അല്ലേ. So we'll keep all that right. And പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ CPD ആക്ടിവിറ്റീസും കൂടെ അതിനോടൊപ്പം ചേർക്കാം. ആൻഡ് ഇവിടെ CPD ആക്ടിവിറ്റീസ് മെൻഷൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങളുടെ ഗ്രാജുവേഷൻ, നിങ്ങളുടെ ബാച്ചിലേഴ്സിന്റെ ഡേറ്റ്, your date of graduating and or your year of graduating, and your institution or your university name, അതും നിങ്ങൾക്ക് വെക്കാം. ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ സ്കൂൾ എഡ്യൂക്കേഷൻ ലെവലൊക്കെ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് വെച്ചാൽ മതി. അതിനെ ഒത്തിരി ഡീറ്റെയിൽ ആക്കി വെക്കേണ്ട ആവശ്യമില്ല. യു കെൻ ജസ്റ്റ് സമ്മറൈസ് ഇറ്റ്. സോ ദാറ്റ്സ് ദ തിങ്സ് ദാറ്റ് കം അണ്ടർ. പിന്നെ നമ്മുടെ നെക്സ്റ്റ് ഹെഡിങ് ആണ് പ്രൊഫഷണൽ എക്സ്പീരിയൻസ്. ഞാൻ അവിടെ നോട്ട്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സോ പ്രൊഫഷണൽ എക്സ്പീരിയൻസിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്ത എന്തൊക്കെയാണ് അതൊന്ന് ആഡ് ചെയ്യണം. പിന്നെ ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ കീ സ്കിൽസ് ആണ്. സ്പെസിഫിക്കലി ഈ ഒരു ജോബ് റോളിന് എന്തെങ്കിലും സ്പെസിഫിക്കേഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് ആ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങൾ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നന്നായി ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. സോ ദാറ്റ് ഈസ് ഓൾസോ എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ടു ഷോ ദാറ്റ് യു ആർ സ്കിൽഡ് in that manner. ഓക്കെ, സോ അത് നിങ്ങളുടെ റിക്രൂട്ടറും കുറച്ചുകൂടി ഇൻട്രസ്റ്റഡ് ആയിരിക്കും. അത് ഇങ്ങനെ പ്രത്യേകിച്ച് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് കാണുമ്പോഴത്തേക്ക് he or she will be interested in going through your profile also. So that's the next heading. What is it? Professional experience. And the next heading is about your employment and work experience. അപ്പം ഇതിനകത്ത് നിങ്ങളുടെ ടെമ്പററി അല്ലെ പെർമനന്റ് രണ്ടും നിങ്ങൾക്ക് വെക്കാം. Or you can keep just you can keep both your temporary and your permanent work experience. Full time aano, part time aano, and if you have done any voluntary work related to health and fitness, ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് വെക്കാൻ പറ്റും. ഇതൊക്കെ പക്ഷെ നിങ്ങളൊരു സെപ്പറേറ്റ് ഹെഡിങ് ആയിട്ട് വെക്കണം. അപ്പം നിങ്ങൾക്ക് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഇസ് ദിസ് റിലേറ്റഡ് ടു ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ്, ഇസ് ദിസ് റിലേറ്റഡ് ടു വെൽനെസ് എന്നൊക്കെ നിങ്ങൾക്ക് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റും. പിന്നെ യു ഷുഡ് ഓൾസോ ഓൾവേസ് റിമെമ്പർ റെലവെന്റ് ആയിട്ടുള്ളത്
എന്ന് പറയുന്ന ഒരു CV എന്ന് പറയുമ്പം ആദ്യം നിങ്ങളുടെ കറണ്ട് വെക്കുക, എന്നിട്ട് താഴോട്ട് പോവുക, നിങ്ങളുടെ പ്രീവിയസ് ഹിസ്റ്ററിയിലേക്ക് പോവുക. പിന്നെ കീ സ്കിൽസ്, എക്സ്പീരിയൻസ് എല്ലാം നന്നായി ഐഡന്റിഫൈ ചെയ്ത് ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് ഇട്ടിട്ട് വേണം പോവാൻ. സ്പെഷ്യലി എംപ്ലോയ്മെന്റ് ആൻഡ് വർക്ക് എക്സ്പീരിയൻസിൽ നിങ്ങളുടെ കറന്റ് സ്റ്റേറ്റസ്, പിന്നെ നിങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസ്. ഹെഡിങ് ആണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഹെഡിങ് ആണ്. അഡീഷണൽ ആയിട്ട് നിങ്ങൾക്കുള്ള സ്കിൽസും നിങ്ങളുടെ അച്ചീവ്മെന്റ്സും ഈ ഒരു ഹെഡിങ്ങിന് അണ്ടറിൽ എന്തൊക്കെ വരും അല്ലെ, ഇത് നമുക്ക് നോക്കാം. നിങ്ങളുടെ IT സ്കിൽസ്, നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്കിൽസ് എന്തൊക്കെയാണ്. നമ്മളിവിടെ ഇവിടുത്തെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ എവിഡൻസിങ്ങും പേപ്പർ വർക്കും സിസ്റ്റം വർക്ക് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് വളരെ ക്ലിയർ ആയിട്ടും കൺസൈസ് ആയിട്ടും വേണം ചെയ്യാനായിട്ട്. ആൻഡ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്താലും അത് എവിഡൻസ് ചെയ്യണം. ആൻഡ് ഇഫ് പോസിബിൾ നിങ്ങളുടെ തന്നെ ഒരു CPD പ്രൊഫൈൽ, നിങ്ങളുടെ കണ്ടിന്യൂയിങ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഒരു പ്രൊഫൈൽ എപ്പോഴും കീപ്പ് ചെയ്യണം. ഇഫ് യു ആർ an HCPC registrant and also if you are a member of the CSP, you can keep this profile. You should keep this profile if you are an HCPC registrant. അത് ലോഫുൾ ആണ്, നിങ്ങൾ വെക്കണമെന്ന്. നിങ്ങളുടെ എവിഡൻസിങ് എല്ലാം അതിനകത്ത് ഡേറ്റഡ് ആയിട്ട് നിങ്ങൾ കീപ്പ് ചെയ്യണം. So that is very important and that is mandatory. UK-ലുള്ള ഫിസിയോസിന് അത് മാൻഡേറ്ററി ആണ്. അപ്പം so we'll get into that later. So under this additional skills and achievements നിങ്ങളുടെ IT സ്കിൽസ് ഇടാം, നിങ്ങളുടെ എന്തൊക്കെ ഭാഷകൾ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും അതിടാം. പിന്നെ ഇഫ് യു ഹാവ് എ ഡ്രൈവിംഗ് ലൈസൻസ്, ഞാൻ ആദ്യം പറഞ്ഞ കാര്യം അതും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും. ഇതിനകത്താണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഈ ഒരു ഹെഡിങ്ങിലാണ് അഡീഷണൽ സ്കിൽസ് ആൻഡ് അച്ചീവ്മെന്റ്സ്. ഇനി നെക്സ്റ്റ് ഹെഡിങ് ആണ് ഇൻട്രസ്റ്റ് ആൻഡ് ലെഷർ ആക്ടിവിറ്റീസ്. ഇവിടെ ഒരു നീണ്ട ലിസ്റ്റിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്യുക എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇടാനുള്ളതെന്ന്. ദാറ്റ് ഈസ് if, for example, if you are an IAP member or if you are an HCPC member and if you are a CSP member ആണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അതിനകത്ത്. ലൈക്ക് ഇഫ് യു ആർ ഡൂയിങ് എനി വോളണ്ടറി വർക്ക്, ഫോർ എക്സാമ്പിൾ കോവിഡിന്റെ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്തെങ്കിലും വോളണ്ടറി വർക്ക്, എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുണ്ടോ ഫോർ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് റിലേറ്റഡ് തിങ്സ്, or for going out and helping out in this pandemic. അതൊക്കെ നിങ്ങൾക്ക് ഇടാൻ സാധിക്കും കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് CV-യിൽ ആഡ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഹൈലൈറ്റ്സ് ആണ് CV-യുടെ. സോ യു ക്യാൻ ഡു ദാറ്റ്. What all were your responsibilities while you were volunteering, your caseloads while you were volunteering, ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇനി റെഫറൻസസ് എന്തൊക്കെ വെക്കണം? 2 റെഫറൻസസ് എപ്പോഴും നമ്മളെല്ലാവരും വെക്കാറുണ്ട് ഏതൊരു CV-യിൽ, ഏതൊരു ജോബ് വേക്കൻസിയിലും. അപ്പം ഒരു റെഫറൻസ് വുഡ് ബി നിങ്ങളുടെ അക്കാഡമിക് റെഫറൻസ്, അത് നിങ്ങൾ പഠിച്ച കോളേജിന്റെ പ്രിൻസിപ്പലിന്റെ റെഫറൻസ്, ഹിസ് ഇമെയിൽ ID ആൻഡ് ഹിസ് ഓർ ഹേഴ്സ് ഇമെയിൽ ID ആൻഡ് കോണ്ടാക്ട് നമ്പർ. അത് പെർമിഷൻ ചോദിച്ചിട്ട് മാത്രമേ വെക്കാവൂ. നല്ല കാര്യങ്ങളൊക്കെ എന്നെ പറ്റി പറഞ്ഞു കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് മാത്രമേ വെക്കാവൂ. ആൻഡ് അതിനുശേഷം യു ആർ പുട്ടിങ് ഇൻ നിങ്ങളുടെ എംപ്ലോയറിന്റെ, നിങ്ങളുടെ പ്രസന്റ് കറണ്ടായിട്ട് നിങ്ങളുടെ HOD ആരാണ്, അല്ലെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഹെഡ് ആരാണ്, അവരുടെ ഒരു ലൈക്ക് യുവർ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആരാണ്, അവരുടെ ഒരു റെഫറൻസും വെക്കാം. മെയിൽ ID ആൻഡ് കോണ്ടാക്ട് നമ്പർ അതും ചോദിച്ചിട്ടേ വെക്കാവുള്ളൂ. സോ യെസ്, ദാറ്റ്സ് ദ മെയിൻ തിങ്സ്. അപ്പം നമുക്ക് വേഗം ഒന്ന് സമ്മറൈസ് ചെയ്യാം ഈ CV-യിൽ വരുന്ന മെയിൻ ഹെഡിങ്സ് ഏതൊക്കെയാണ്. സോ ഫസ്റ്റ് ഇസ് പേഴ്സണൽ ഡീറ്റെയിൽസ്, സെക്കൻഡ് ഇസ് പേഴ്സണൽ പ്രൊഫൈൽ ഓർ കരിയർ ഒബ്ജക്റ്റീവ്, the third is professional education and qualifications, fourth professional experience, fifth employment and work experience, sixth is additional skills and achievements, seventh is interests and leisure activities, and last but not the least, the very important one, references. What are some of the tips while writing your CV? I'm going to talk about that in the next video. Karan, this video has become lengthy enough, I know, but I hope this has been informative. So ee video kandu ishtappettavaru maximum share cheyuva. If you've got physiotherapist friends out there who wants to come over to the UK and they are in the process of making up a CV and all that, definitely video share cheyuva and channel subscribe cheyuva for all queries related to physiotherapy. You can ask me on this channel and I'll come up with videos regarding that and with videos regarding physiotherapists and physiotherapy as a profession and all of that. So like, share and subscribe to my channel. Thank you all so very much for watching, and this is my very first video on this channel. God bless, take care and bye-bye.